വിമാനത്തിൽ അല്ല ട്രെയിനിലിരിക്കുകയാണ് കേട്ടോ. എനിക്ക് അപ്പോൾ കോളേജിൽ റീഡിംഗ് വീക്ക് അഥവാ എൻഗേജ്മെൻറ്റ് വീക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ്സില്ല. അപ്പോൾ ക്ലാസ് ഇല്ലാത്തപ്പോൾ നമ്മളിവിടെ ഒറ്റയ്ക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മോൺട്രിയിലുള്ള ഫ്രണ്ടിൻ്റെ അർജുൻ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമേ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അർജുൻ്റെ വീട്ടിൽ വന്നിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ റൂജ് ഹിൽ എന്ന് പറയുന്ന ഒരു ഇതാണ് ഗോ ട്രെയിൻ. ഇതൊരു 2 നിലയുള്ള ട്രെയിനാണ് കേട്ടോ. ഇത് വൻ പരിപാടിയാണ്. 2 നിലയുള്ള ട്രെയിനാണ്. കിടിയ സെറ്റപ്പാണ്. ലേക്ക് കണ്ട് ഇവിടെ നിന്ന് 5 സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങേണ്ടത്. എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല. ഇപ്പോൾ എനിക്ക് യൂണിയൻ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പം ഞാൻ ഇവിടെ റൂജ് ഹില്ലിൽ നിന്ന് 5ാമത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം. ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 5 സ്റ്റോപ്പ്, അതായത് ഗിൽഡ്വുഡ്, എഗ്ലിംഗ്ടൺ ഗോ, സ്കാർബറോ ഗോ, ഡാൻഫോർത്ത് യൂണിയൻ. അപ്പോൾ യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മോൺട്രിയലിൽ വേറെ അടുത്ത VRI എന്ന് പറയുന്നത്, ഇത് ഗോ ട്രെയിൻ എന്ന് പറയുന്ന സാധനമാണ്. ഈ VRI പിടിച്ച് അവിടെ പോയി ഇറങ്ങാൻ പറഞ്ഞ പരിപാടി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു ഇറങ്ങണം. നിങ്ങൾ കൂടെ പിടിച്ചു ഇത് കണ്ടോ. ഗിൽഡ്വുഡ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. വെരി നൈസാണ്. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ പ്രസ്റ്റോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. പ്രസ്റ്റോ ഈ കാർഡ് ടാപ്പ് ചെയ്താണ് നമ്മൾ ഇവിടെ പോകുന്നത്. സോറി, പുതിയ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ബേസിക്കലി നമ്മൾ പ്രസ്റ്റോ എന്ന് പറയുന്ന കാർഡ് യൂസ് ചെയ്താണ് ഇവിടെയൊക്കെ പോകുന്നത്. അറിയാലോ, കോളേജിലൊക്കെ ബസ്സിൽ പോകുന്നത് നമ്മൾ TTCയിലൊക്കെ യൂസ് ചെയ്യുന്ന കാർഡാണ്. അപ്പോൾ ആ കാർഡ് തന്നെ ഇത് ഉപയോഗിച്ചാൽ മതി. പക്ഷേ നമ്മൾ സാധാരണ ബസ്സിൽ കയറിയിട്ടാണല്ലോ ഇത് ടാപ്പ് ചെയ്യുന്നത്. ഈ ഗോ ട്രെയിനിൽ നമ്മൾ സ്റ്റേഷനിൽ തന്നെ ഇത് ടാപ്പ് ചെയ്തിട്ടാണ് കയറേണ്ടത്. എന്നിട്ട് നമ്മൾ ട്രെയിനിൽ കയറി എത്ര ദൂരം യാത്ര ചെയ്തോ, ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത് ആ സ്റ്റേഷനിൽ പോയിട്ട് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഈ കാർഡ് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളത് നോക്കിയിട്ട് കാശ് ഡിഡക്റ്റ് ആവും. കിട്ടില്ല പരിപാടിയാണ്. എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടാണ് അവരിത് ട്രാക്ക് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. സംഗതി ഉഷാർ പരിപാടിയാണ്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പ്രസ്റ്റോയുടെ ആപ്പ്. പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നോട്ടെ. കുട്ടി സാധാരണ ഇത്ര സമയം എടുക്കാറില്ല കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ 20 ഓർഡറാണ് ഉള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും നമ്മൾ ലാസ്റ്റ് എവിടെയാണ്. എൻ്റെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ ഇതല്ല. അപ്പോൾ എൻ്റെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ആയിട്ടില്ല. അതാണ് സംഭവം. ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് $4 ആണ് എനിക്കിപ്പോൾ ആയത്. ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇത് കോളേജിൽ പോകുമ്പോൾ ആവുന്ന $3.30 ഇതെനിക്കിപ്പോൾ $4 ആയി. എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ഇറങ്ങുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് കൂടെ ആവും. എത്രയാണ് ഞാനവിടെ ടാപ്പ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. സ്റ്റോപ്പായിട്ടുണ്ട്. എഗ്ലിംഗ്ടൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടി വീട്ടിൽ നിർത്തി. എഗ്ലിംഗ്ടൺ ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. യെസ്, എഗ്ലിംഗ്ടൺ ഗോ, ഇനി സ്കാർബറോ ഗോ, ഡാൻഫോർത്ത് യൂണിയൻ. യെസ്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ സ്കാർബറോ ഗോ എന്ന് പറയുന്ന സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ലക്ഷ്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങേണ്ടത് യൂണിയൻ സ്റ്റേഷൻ. യൂണിയൻ ഇവിടെ ഈ സ്കാർബറോ ഗോ ഇങ്ങനെ ലൈറ്റ് ഇതായിട്ടും ഇത് ഇച്ചിരി ബോൾഡായിട്ടിരിക്കണം. ഇത് റെഗുലർ ടെക്സ്റ്റ്, ഇത് ബോൾഡ് ടെക്സ്റ്റ്. ഇവിടെ എത്താറായി എന്നാണ് അർത്ഥം. ഇതാണ് ഡാൻഫോർത്ത് സ്റ്റേഷനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡാൻഫോർഡ് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത സ്റ്റോപ്പാണ് യൂണിയൻ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇറങ്ങാം. ഇതൊക്കെ കൊള്ളാമല്ലേ? ഇതൊക്കെ എഴുത്തുകുത്തും പരിപാടികളും. ഇതിലൊരു പേര് പറയുമായിരുന്നു കേട്ടോ, മറന്നുപോയി. പിന്നെ വളരെ കുറച്ച് ലഗേജ് മാത്രമേ എടുത്തുള്ളൂ. ഒരു കുഞ്ഞ് ബാഗ്, ഒരു ഷോൾഡർ ബാഗ്, ഈ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരാഴ്ച അവിടെ നിൽക്കാനുണ്ട്. വേറെ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഡാൻഫോർഡ് എത്തി. അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുക. ഡാൻഫോർത്ത് കണ്ടു. അങ്ങനെ കേസ് എനിക്ക് ഇറങ്ങുന്ന സ്ഥലമായിട്ടുണ്ട്. 2 മിനിറ്റിൽ അടുത്ത സ്റ്റോപ്പ് എത്തുന്നതായിരിക്കും. കിടിലം ബിൽഡിങ്ങിൽ 1.5 ബിൽഡിങ്. അടിപൊളി. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത VRI പിടിക്കണം. VRI പിടിച്ച് 5.5 മണിക്കൂറോളം യാത്ര ചെയ്താണ് നമ്മൾ മോൺട്രിയൽ പോകുന്നത്. അപ്പം ഞാൻ പോകട്ടെ, കാണാം. താഴെ നില, അത് മുകളിൽ നില, ഇതിൻ്റെ മുകളിലൊരു നിലയുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് 3 നിലയുള്ള ട്രെയിനാണ്. എന്താ CIBC കോൺക്രീറ്റ് ജംഗിൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ഓരോ ബിൽഡിങ്ങിൻ്റെയൊക്കെ പൊക്കം കണ്ടോ? എൻ്റെ അമ്മ,
എന്തായാലും ഇനി എനിക്ക് അറിയേണ്ടാത്തൊരു കാര്യം, ഈ സ്റ്റേഷനിൽ തന്നെയാണോ VRAയിൽ എടുക്കേണ്ടത് എനിക്ക് വലിയ ധാരണയില്ല. അതൊക്കെ ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു പോകുന്നു കേട്ടോ. എന്താണെങ്കിലും നമുക്കിവിടെ ഇറങ്ങാം. ഇവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യാനുണ്ട്, നോക്കട്ടെ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ $7 ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കണം VRAയിൽ എടുക്കുന്നത് എവിടെയാണെന്ന്. വലിയ ധാരണയില്ല, നമുക്ക് കണ്ടുപിടിക്കാം. അത് VRAയിൽ ബസ് ടെർമിനൽ നാഷണൽ ട്രെയിൻസ് നാഷണൽ ട്രെയിൻസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ആണ്. കിട്ടി. ഓക്കെ, കൊള്ളാം കേട്ടോ പരിപാടി. ഭയങ്കര കണക്ടിവിറ്റിയാണ്. അതായത് ഇത് ഈ കുഞ്ഞു ഓട്ടങ്ങൾക്ക് ഗോ ട്രെയിനും വലിയ ഓട്ടങ്ങൾക്ക് നാഷണൽ ട്രെയിൻ. ഇതേണ്ട ഇത് എവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, VRAയിൽ കാനഡ. അപ്പോൾ ഇതുവഴി പോയിട്ടാണ് പോകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ചോദിക്കാം കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതുവഴിയാണോ എന്നുള്ളത് കൺഫ്യൂഷൻ. ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. അങ്ങനെ ഇവിടെ ഇനിയൊരു അരമണിക്കൂർ കൊണ്ടുണ്ടോ വണ്ടിക്ക്, വെറുതെ ഇരിക്കണ്ടല്ലോ. ഒരു ഫ്രഞ്ച് വണ്ടി മേടിച്ചു, ഒരു ടിംബിറ്റ്സ് മേടിച്ചു, ഒരു സ്നാക്ക് അടിച്ചുകൊണ്ടിരിക്കും. ഇന്നിനി കാര്യമായിട്ട് ഉച്ചഭക്ഷണമൊന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ ഉച്ചഭക്ഷണമായിട്ടങ്ങ് കൊടുക്കാം. $6.34 സോറി, ശക്തിമാൻ VRAയിൽ കയറി പറ്റിയിട്ടുണ്ട്. ട്രെയിൻ ഒരു അരമണിക്കൂർ റേറ്റാണ്. ഞാൻ ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് VRAയിലെ ട്രെയിൻ. 6 ട്രെയിനാണ് കയറി. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5-5.5 മണിക്കൂറുള്ള യാത്രയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെല്ലട്ടെ, മോണ്ട്രിയിൽ എത്തിയിട്ട് പറ്റിയതിനിടയ്ക്ക് എന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ മോണ്ട്രിയിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഗൂയ്സ് മോണ്ട്രിയിൽ എത്തിയിരിക്കുകയാണ്. 5:30 മണിയായി. ഞാൻ ഒരു അരമണിക്കൂർ താമസിച്ചത് കറക്റ്റായിട്ട് അരമണിക്കൂർ എത്താനും ഡിലേ ആയിട്ടുണ്ട്. കറക്റ്റ് 5:31. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അർജുൻ വരണം. അതിന് മുന്നേ എന്നോട് ടെർമിനസ് പനാമ എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോകാൻ പറയുന്നുണ്ട്. അതുകൊണ്ടോ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കുറച്ചുകൂടെ വേറൊരു ലെവലാണ്. ഇതെല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നോക്കണം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു എന്തോ ലോജിസ്റ്റിക്സിൻ്റെ എന്തോ വെയർ ഹൗസ് പോലെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. മസ്ക് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ നിൽക്കും. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കൊരു ബസ് എടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇതാണ് ഞാൻ വന്ന ട്രെയിൻ. ഇതാണ് ഇവിടുത്തെ VRAയിൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, പുറത്തിറങ്ങണം. ഇനി പുറത്തോട്ട് പോകുന്ന വഴിയിലൂടെ അവിടെ പോയിട്ട് ചോദിച്ച് ഇന്ന് ഞാനിവിടെ താതയിൽ കളിക്കുമെന്നാണ് തോന്നുന്നത്. വലിയ ധാരണയൊന്നുമില്ല. ഞാൻ അർജുനോട് പറഞ്ഞു ഞാൻ കഴിവതും ഒറ്റയ്ക്ക് വരാം, ചുമ്മാ ജസ്റ്റ് ഫോർ എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുകയാണ്. നോക്കട്ടെ, പോയി അവിടെ ആരോടെങ്കിലും ചോദിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് ഒറ്റയ്ക്ക് പോയി നോക്കാം. ആർക്കാ ചാലഞ്ചസ് ഇഷ്ടമല്ലാതെ അപ്പോൾ ശരിയായി തരാം. എൻ്റെ ദൈവം, ഞാൻ ഇതിനെപ്പറ്റി യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ നമ്മളിവിടെയൊക്കെ ഒന്ന് പെട്ടതാണ് കേട്ടോ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു. എൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ അന്ന് അർജുൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ ടിക്കറ്റ് അവൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണ് കയറുന്നതെന്ന് ഒരു പിടിയില്ല. നോക്കട്ടെ. ഇവിടെ ഒരു ഡയറക്ഷനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചിട്ട് അടുത്ത വണ്ടി എങ്ങനെയാണ് ബ്രോസ് ഒരു പിടിയില്ല. ഞാൻ നോക്കട്ടെ. Bienvenue à bord du Rennes. Direction Brossard. Prochaine station, Île des Sœurs.
J'arrive d'un spectacle. Moi, j'arrive du travail. C'est presque un manège. വളമാറി കയറി കയറി C'est comme un peu de C'est vraiment chouette. C'est bon pour l'environnement. La première fois, je me suis mise ici. Ben oui. J'ai vu la vidéo, il y a comme deux Ah oui? Ah wow! Vous êtes famous. Parce qu'elle avait fait une vidéo la première fois qu'elle a embarqué sur la reine. Oui. Il y avait comme des milliers de personnes qui ont regardé son vidéo. Je me souviens pas. കയറ്റമൊക്കെ കയറുന്നുണ്ട് Ah non, il y a 2.7. Ah, quand même, quand même. Et l'autre ഒരു 2.7. ലേക്ക് ഉണ്ട് സൈഡിൽ Mais c'est beau. Ben oui, c'est beau. C'est une belle. കയറ്റം കയറുന്നുണ്ടോ Mais je l'ai fait Sans attente, ouais. J'étais toute. Oh, wow. Mais ça me fait comme. Je suis pas experte. Ouais. Le ciel. ഇത് രസമുണ്ട് ഞാൻ നല്ല ഒന്നാമതൊരു സ്ഥലത്താണ് പോകാൻ നിൽക്കുന്നത് ഏറ്റവും ഫ്രണ്ടില് J'étais avec l'arc-en-ciel, mais la reine nous a dit non. C'est vrai qu'avec. Mais la reine, ça suit. Oui, c'est beau. Wow. Quelle chance. C'est vraiment la vue d'Arc-en-Ciel. Oui, c'est ça. J'ai trouvé ça beau. Il faut vendre pendant 3 ans. ഇത് കടലാണ് കേട്ടോ അത് ഇവിടെ ഇത് ഒരു പോർട്ട് സിറ്റിയാണ് പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെയാണ് Il y a plus de gens. C'est vraiment un projet d'envergure. C'est sûr qu'il doit y avoir des amis riches, ça peut être ഈ കാണുന്ന പാലം എനിക്ക് അറിയാലോ Everybody means well. Il y a personne qui veut que ça aille. അങ്ങോട്ട് പോയ ഒരു ട്രെയിനിൽ ഒരു പയ്യൻ ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു On apprend aussi. J'ai déjà appris. ഈ വീഡിയോ എടുത്തത് എൻ്റെ സ്റ്റോപ്പ് മറന്നു പോകുന്ന ഒരു ചെറിയ പേടിയുണ്ട് അതായത് എനിക്ക് രണ്ടാമത്തെ സ്റ്റോപ്പാണ് കുഴപ്പമില്ല ആദ്യത്തെ സ്റ്റോപ്പ് ഒരു വീഡിയോ എടുക്കാം അടുത്ത സ്റ്റോപ്പ് കയറണം ആയാൽ മതി Ouais. Personnellement, mon Dieu, j'ai jamais eu de problème, mais j'ai pas vu de commentaires. Ouais. Je sais pas, ils tombent des copains. Ah ouais. Mais sincèrement, une fois, la porte n'ouvrait pas. Ok. On a continué, je n'ai pas pu sortir du quartier. Ok. C'est Ben c'est ça, on peut pas dire à personne d'arrêter. ലേക്ക് സൈഡ് ഞാനിവിടെ നിന്ന് അതിലൂടെ ഇതുവഴിയൊക്കെ വന്നു തോന്നുന്നു കേട്ടോ ഈ റോഡിലൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് Ouais, c'est vrai. C'est tellement vrai. Puis en plus, on voit le beau Jacques. Quand on arrive là-bas, c'est pas bien. Il arrive de où, c'est vrai? Il arrive de où? On peut dire excité. Ben oui. Et puis c'est sa troisième fois, mais elle est encore excitée comme si c'était la première. Pardon? Le vieux. Ouais. Ah ouais? Je pense qu'on l'a pas frappé. അങ്ങനെ പനാമ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത ഇവിടെ നിന്ന് എനിക്ക് വേറെ കൂടെ പോകണം അതൊന്ന് ചോദിച്ച് ഞാൻ കണ്ടുപിടിച്ച് പോട്ടെ സത്യം പറഞ്ഞാൽ മോണ്ടിൽ ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര വൈബാണ് ഫോർ സം റീസൺ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര നൈസ് സ്ഥലമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജോലി കിട്ടുന്നെങ്കിൽ ഇവിടെ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഇത് ടൊറൻറ്റോ വൈബേ അല്ല ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബാണ് ഫോർ സം റീസൺ ഐ ലവ് ഇറ്റ് അപ്പോൾ ഇപ്പോൾ ഞാനൊരാളോട് സംസാരിച്ചു അവരോട് എന്നോട് ഇത്രയും നേരം സംസാരിച്ചു ഒരു ലേഡി അവരിങ്ങനെ ഇവിടുത്തെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നമ്മുടെ കേരളത്തെക്കുറിച്ച് തള്ളി മറിച്ചിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങൾ കേരളം വിസിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരള ടൂറിസത്തിൻ്റെ അംബാസഡറായി ഞാൻ മാറുമെന്ന് തോന്നുന്നു അതാണ് മോനെ ഇതാണ് നമ്മുടെ ടെർമിനസ് പനാമ
ഇത് ടെർമിനസ് പനാമയാണ്. ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ബസ് എടുക്കുക, നേരെ ആ ബസ് അർജുൻ്റെ അടുത്ത് നിന്നാൽ ഇനിയിപ്പോൾ എനിക്കറിയാം. ഗൈസ് ഞാനിങ്ങനെ മോൺട്രിയിൽ കുറച്ചൊക്കെ വഴി പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ടെർമിനസ് പനാമ കയറിയിട്ട് ബസ് എടുത്ത് പോവാം. അങ്ങനെ ഗൈസ് ഞാനിവിടെ വന്നിട്ട് നമുക്ക് ബസ് നോക്കി ഒരു 650, 651 2 ബസ്സുണ്ട്. പക്ഷേ ഇത് ഒന്നുള്ളത് ഇപ്പോൾ 6:20 ആയതേ ഉള്ളൂ. ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അർജുൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അർജുൻ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പണി എളുപ്പമായി. ഇതേ അവിടെ കാണുന്ന ഷാംപ്ലാൻ എന്ന് പറയുന്ന മോള്, അവിടെ നിന്നാണ് ഞാൻ എൻ്റെ റോജേഴ്സിൻ്റെ കണക്ഷനൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ, അത്യാവശ്യമല്ല 1-2 സ്ഥലങ്ങൾ മാത്രം അറിയാം. അപ്പോൾ അത് വെച്ച് ജീവിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നൈസ് സ്ഥലത്ത് ഇതിങ്ങനെ പെട്ടിയും കിടക്കൊക്കെ വെച്ച് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ഇപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർജുൻ വന്നിട്ട് നമുക്ക് അർജുൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോഴേ നിങ്ങൾ ആർക്കെങ്കിലും ഈ ടൊറൻറ്റോ ടു മോൺട്രിയൽ എത്ര രൂപ ടിക്കറ്റിനൊക്കെ ആയി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് $118 എന്തോ ആണ് ടിക്കറ്റിനായത്. അത് എസ്കേപ്പ് പ്ലാൻ എന്ന് പറയുന്നത്, അത് ഏറ്റവും വില കുറഞ്ഞ പ്ലാനാണ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തപ്പോൾ കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാശ് കുറച്ച് കിട്ടിപ്പോകുമായിരുന്നു. പിന്നെ തിരിച്ച് ഞാൻ അർജുനോടൊപ്പം ഡ്രൈവ് ചെയ്തതായിരിക്കും പോവുക. അർജുനോടൊപ്പം ഡ്രൈവ് അല്ല, അർജുൻ ഡ്രൈവ് ചെയ്ത് ഞാൻ കൂടെ പോകും. എനിക്ക് ലൈസൻസ് ഇല്ലല്ലോ. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങോട്ട്, അപ്പോൾ ആക്ച്വലി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ $118 ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചാടിക്കയറി എടുത്തത്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസം അനുസരിച്ച് റേറ്റ് മാറും. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഡേ നോക്കിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെടുത്താണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അർജുന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി അർജുൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. എടാ ഇത് തുറക്കോ, ബാക്ക് തുറക്കോ? ഇതിങ്ങനെ തുറക്കുക. സ്വന്തമായിട്ട് തുറക്കോ അതോ നമ്മൾ തന്നെ തള്ളി തുറക്കണോ? സ്വന്തമായിട്ട് തുറക്കോ? അതിനൊരു അനക്കമില്ലായിരുന്നു. ഒരു അനുസരണയില്ല വന്ന്. ഓ ബഹുമാനമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് കൂടെ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ അളിയ, കമോൺ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് എൻ്റെ പഴയ എവിടെ ജാസ്പർ പാർക്ക് കഴിഞ്ഞോ? ജാസ്പർ പാർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ്. യെസ്. അപ്പോൾ എനിക്ക് ഈ സ്ഥലം എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നാളെ മുതൽ ഇനി മോൺട്രിയലിലെ അംഗങ്ങൾ വീഡിയോ ആയി വരുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.